പുതുവർഷം ഗൂഗിൾ പേ പോലുള്ള UPI പണമിടപാടുകൾക്ക് വന്ന മാറ്റങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നാമതായി, ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത UPI ഐഡികളും നമ്പറുകളും ഉപയോഗിച്ച് ഇന്നു മുതൽ പണം സ്വീകരിക്കാൻ സാധിക്കില്ല. 2, ഇതുവരെ UPI വഴിയുള്ള ട്രാൻസാക്ഷൻ പരിധി 1 ലക്ഷം രൂപ എന്നുള്ളതിൽ നിന്നും വിദ്യാഭ്യാസം, മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള ട്രാൻസാക്ഷന് UPI വഴിയുള്ള ഇടപാട് പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഡിസംബർ 8-ന് റിസർവ് ബാങ്കാണ് ഈ പരിധി ഉയർത്തിയത്. അതായത് ഇനി വലിയ പണമിടപാടുകൾ പോലും നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും UPI ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. മറ്റൊന്ന്, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരിടപാട് പോലും UPI സംവിധാനത്തിലൂടെ നടത്തിയിട്ടില്ലാത്തവരുടെ UPI ഐഡികൾ സ്വമേധയാ റദ്ദാവും. ഇനി ഇവർക്ക് UPI ഇടപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്ത് ആദ്യം മുതൽ തുടങ്ങണം. ഫോൺ നമ്പറുകൾ മാറുമ്പോഴും മറ്റും ഉപഭോക്താക്കൾ യഥാസമയം ബാങ്കുകളെ അറിയിക്കാതെയും സമാനമായ മറ്റു സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയാണ് സുരക്ഷാ മാർഗമെന്ന നിലയിൽ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഓൺലൈൻ തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിന് ഉപയോക്താക്കൾ തമ്മിൽ ആദ്യമായി നടത്തുന്ന 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾ ഇനി സമയപരിധി കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇടപാട് പൂർത്തിയാകാൻ 4 മണിക്കൂറോളം സമയപരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പരസ്പരം ഇടപാടുകൾ നടത്താത്ത ഉപയോക്താക്കൾക്കാണ് ഇത് ബാധകമാവുക. മാത്രമല്ല, UPI ഉപയോക്താക്കൾക്ക് വീണ്ടും ഇനി ഒരു ടാപ്പ് ആൻഡ് പേ സംവിധാനം അധികം വൈകാതെ തന്നെ നിലവിൽ വരും. UPI ATMകളാണ് അടുത്തിടെ വന്ന പ്രഖ്യാപനങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജപ്പാനീസ് കമ്പനിയായ ഹിറ്റാച്ചിയുമായി ചേർന്ന് രാജ്യത്തുടനീളം UPI ATMകൾ സ്ഥാപിക്കാനാണ് നീക്കം. ഇതിലൂടെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും QR കോഡ് സ്കാൻ ചെയ്ത് ഈ ATMകൾ വഴി പണം പിൻവലിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും സാമ്പത്തിക ഇടപാട് നടത്താൻ UPI തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും UPI സംവിധാനത്തെ തന്നെയാണ്. ഈ UPI ATMകൾ കൂടി വന്നാൽ ഒരു വലിയൊരു വിപ്ലവം തന്നെയായിരിക്കും ഈ മേഖലയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭാരതം കൈവരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.